കെയർ ഓർഗനൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എന്തൊക്കെ ഫാക്ടേഴ്സാണ് ദാറ്റ് വെൻ സെലക്ടിങ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് പീപ്പിൾ തിങ്ക് അബൌട്ട്? എന്തായിരിക്കണം ആ ഓർഗനൈസേഷൻ്റെ വാട്ട് ആർ ദ ക്രൈറ്റീരിയ ബേസ്ഡ് ഓൺ വിച്ച് യു സെലക്ട് ഓർഗനൈസേഷൻ? ഇതായിരുന്നു നമ്മൾ ചോദിച്ചത്. ഇതിനകത്തും കിട്ടിയിരിക്കുന്നത് സം റിവലേഷൻസ് എന്ന് ഞാൻ പറയണം. കാരണം ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട് ഓൺലൈൻ റിവ്യൂസാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങി, ഇതും മാനിപ്പുലേറ്റഡ് ആവാം എന്ന് മനസ്സിലാകുന്നതുകൊണ്ടായിരിക്കാം ഓൺലൈൻ റിവ്യൂസാണ് ഏറ്റവും കുറവായിട്ട് വന്നിരിക്കുന്നത്. റെപ്യൂട്ടേഷൻ ഇൻ ഓൺലൈൻ റിവ്യൂസ്, ബിക്കോസ് people tend to spend so much time to get online reviews good. But in our survey it came out that okay, online review are amongst the quality, criteria that we kept, that got the least. People looked for the expertise in the team. People look for professionalism and responsiveness. References from friends and family. These were the three biggest criteria that we had. Professionalism and responsiveness of the organization, expertise of the team, and close relatives in references ആണ് ഏറ്റവും കൂടുതൽ they valued in order to select an organization which should support them. അപ്പോൾ Helen, what do you do to, one, expertise in the care team, that is one part. Second is in terms of, how do you ensure that, people who are receiving the care or people who are approaching the organization understand what we do? It is not enough to market it, but really you will have to live whatever you've promised them. അത് എങ്ങനെയാണ്? How do we ensure it? First of all, thank you for having me here. So, being a clinical excellence head, ആ ഒരു പോസ്റ്റിലിരിക്കുമ്പം ടോക്കിംഗ് അബൌട്ട് ക്വാളിറ്റി, എങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി എൻഷുവർ ചെയ്യുന്നത് ഹോം ഹെൽത്ത് കെയർ? സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ഗാർഡിയൻ ഏഞ്ചൽ. അവർ ക്വാളിറ്റി സ്റ്റാർട്ട് റൈറ്റ് അറ്റ് ദ പോയിൻറ്റ് വെയർ ദ കെയർ ഗിവർ റിക്രൂട്ട്മെൻറ്റ്. അവിടം മുതൽ ത്രൂ ദ എൻറ്റയർ ജേർണി ഓഫ് എ കെയർ ഓഫ് എ പേഷ്യൻറ്റ്, അവിടം വരെയാണ് നമ്മുടെ ക്വാളിറ്റി ഉണ്ടാവുക. സോ എങ്ങനെയാണ് നമ്മളിതിനെ എൻഷുർ ചെയ്യുക? റിയാലിറ്റി ഉണ്ടാവും, ഓൺ ഫീൽഡ് ഗ്യാപ്സ് ഉണ്ടാവും. ഇതിനെല്ലാം നമ്മൾ എങ്ങനെ കവർ ചെയ്യും? I would like to say, when a caregiver walks for an interview, the first thing we do is the skill test, which will include theory and practical. Actually, we are not only looking for the knowledge what they know. We are looking for the hands-on practice of real care life scenarios what they have. That makes real difference. So once these caregivers go through this vigorous process, they end up in a caregiver training program. That is a structured modules for each person to be more professional and guided with modules which are enable them to have a better professional caregiving, which is backed up by background screening, police clearance, as well as the medical fitness. So once they clear all of this, they are just moving for the home care induction. Here again, we are giving them real life care experiences or scenarios. And also the next step is the shadowing. So what is shadowing? They are getting a chance to explore the live care. After all of this, then the very next process, what is that? That is a care commencement. സോ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം ഉണ്ടാവും, എങ്ങനെയാണ് ഫീൽഡിലുള്ളൊരു പേഷ്യൻറ്റിനെ അത്ര നന്നായി മനസ്സിലാക്കി നിങ്ങളൊരു കെയർ കൊടുക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സക്സസിൻ്റെ ഒരു രഹസ്യം? സത്യം പറഞ്ഞാൽ ദാറ്റ് ഈസ് എ കെയർ പ്രോസസ്സ്. സോ ഞാൻ ഗാർഡിയൻ ഏഞ്ചലിൽ ജോയിൻ ചെയ്തിട്ട് 3 വർഷമായിട്ടുള്ളൂ. ഈ 3 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കെയർ പ്രോസസ്സുണ്ട്. സോ എനിക്ക് കുറച്ച് ഗ്ലോബൽ എക്സ്പീരിയൻസസ് ഉണ്ട്. ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളും അതിലും മികച്ച രീതിയിലാണ് ഞാൻ ഗാർഡിയൻ ഏഞ്ചലിൽ കണ്ടത്. സോ എന്താണ് ആ കെയർ പ്രോസസ്സ്?
സത്യം പറഞ്ഞാൽ ഞാനൊരു നഴ്സിംഗ് സൂപ്പർവൈസറായിട്ടാണ് ആദ്യം ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രത്തോളം നന്നായി ഹോം കെയർ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ഇറ്റ്സ് സംതിങ് മോർ. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രിവിലേജാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് നന്മയുണ്ടെന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടാക്കി തന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ആ കെയർ പ്രോസസ്സ്. വി സ്റ്റാർട്ട് വിത്ത് എ അസസ്മെൻറ്റ് വിച്ച് ഈസ് ഡൂയിങ് ബൈ എ രജിസ്റ്റേർഡ് RN. ഈ അസസ്മെൻ്റാണ് നമ്മുടെ ഒരു കെയറിന് ബിൽഡിംഗ് ബ്ലോക്കായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ വൺസ് ഈ അസസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലെ കെയർ. അതിന് മുൻപേ തന്നെ നമുക്ക് കെയർ പ്ലാൻ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു കെയർ പ്ലാൻ ഉണ്ടായിരുന്നു. എന്താണ് ഈ കെയർ പ്ലാൻ? ഇത് ആക്ച്വലി ഒരു പേഷ്യൻറ്റിൻ്റെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ ഇൻ്റർവെൻഷൻസ് ആണ്. അതായത് ആ പേഷ്യൻറ്റിൻ്റെ സിംറ്റംസിനെ മാനേജ് ചെയ്ത് ആ പേഷ്യൻസിന് ഓവറോൾ കെയർ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ. അപ്പോൾ ഈ പറയുന്ന കെയർ പ്ലാനിലൂടെ സ്പെസിഫിക്കലി പേഴ്സൺ സെൻറ്റേർഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് കെയർ ഗീവേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഇത് മുഖാന്തരം കൃത്യമായിട്ട് എഫിഷ്യൻ്റായിട്ട് വളരെ പേഴ്സൺ സെൻറ്റേർഡ് ആയിട്ട് ഒരു കെയർ പേഷ്യൻറ്റിന് കൊടുക്കാൻ കെയർ ഗീവറെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു കെയർ പ്ലാനിലൂടെ ഈ ഇൻഫർമേഷൻസ് കെയർ ഗീവേഴ്സിന് പാസ് ഔട്ട് ചെയ്യുകയും കൃത്യമായി അവർക്ക് കെയർ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഒരു കെയർ കമൻസ്മെൻറ്റ്, അതായത് ഒരു ഇനിഷ്യേഷൻ ഓഫ് കെയറിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. വെൻ ഐ കമ്പയർഡ് ദിസ് ടു കാനഡ, അവിടെ ഞാനിത് കണ്ടിട്ടേ ഇല്ല. ഹിയർ എ കെയർ ഗീവർ ഈസ് അക്കമ്പനീഡ് ബൈ എ കെയർ കോർഡിനേറ്റർ ടു ദ പേഷ്യൻറ്റ് സൈഡ്. അവിടെ ഒരു റിയൽ പേഷ്യൻറ്റ് സൈഡ് ഹാൻഡ് ഓവർ ആണ് നടക്കുന്നത്. സോ എന്താണ് ഇതിൻ്റെ ബെനഫിറ്റ്? കെയർ ഗീവറിനും അതുപോലെ തന്നെ ഫാമിലിക്കും പേഷ്യൻറ്റിനും കോൺഫിഡൻസും ഒരു സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇതെനിക്ക് ഭയങ്കര നല്ലൊരു ബിഗിനിങ് ആയിട്ടാണ് തോന്നിയത്. കാരണം നമ്മളൊരു ഇപ്പം റാണി പറഞ്ഞ പോലെ തന്നെ ഒരു കെയർ ഗീവറെ വെറുതെ ഒരു വീട്ടിലേക്ക് വിടുകയല്ല ചെയ്യുന്നത്. നമ്മളായിട്ട് ഇവിടുന്ന് അക്കമ്പനി ചെയ്ത് നമ്മളവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ പ്രാപ്തരാക്കുകയാണ്. അവരവിടെ ഓക്കെ ആണ് എന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അതാണ് കെയർ. അപ്പോൾ കൂടെ ഉണ്ടാവുക, നമ്മൾ ബാക്കപ്പ് ആണെങ്കിലും ഓൾവേസ് വി ആർ വിത്ത് ദം. ഇത് കൂടാതെ തന്നെ ഒരു കെയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യും? സോ ഐ വുഡ് സേ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിന് ഒരുപാട് മെത്തേഡ്സ് ഗാർഡിയൻ ഏഞ്ചലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ കെയർ ഗീവർ സപ്പോർട്ട് വിസിറ്റ്സ് ആവാം, അല്ല എങ്കിൽ ബൈ വീക്ക്ലി സൂപ്പർവിഷൻസ്. അത് നമ്മുടെ ഒരു ഹൈലൈറ്റാണ്. അതായത് എല്ലാ 14 ദിവസം കൂടുമ്പോഴും പേഷ്യൻസിൻ്റെ വീട്ടിൽ RNs പോയി സൂപ്പർവിഷൻസ് നടത്തുന്നു. ആ സമയത്ത് ബെഡ് സൈഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് നടക്കുന്നു. ഇത് കൂടാതെ പിന്നീട് അങ്ങോട്ട് ബാക്കപ്പ് ടീംസിൻ്റെ വിസിറ്റ് ഉണ്ടാവും, മന്ത്ലി നമ്മുടെ ക്വാളിറ്റി ഓഡിറ്റ്സ് ഉണ്ടാവും, സേഫ്റ്റി ഓഡിറ്റ്സ് ഉണ്ടാവും. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൂടാതെ തന്നെ നമ്മൾ നമ്മുടെ കീ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് എന്താണ് കീ ഇൻഡിക്കേറ്റേഴ്സ്? ഒരു ഹോം കെയറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കീ ഇൻഡിക്കേറ്റേഴ്സാണ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ കീ ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായി നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. അതായത് ഒരു പേഷ്യൻ്റെ വീഴ്ച, പേഷ്യൻ്റ് ഫോൾ, ഹോസ്പിറ്റൽ റീഅഡ്മിഷൻ, കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, മെഡിക്കേഷൻ എറേഴ്സ്, ഇതെല്ലാം നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ഇതിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മെഷർ ചെയ്യുകയും ചെയ്യുക. എന്തിനാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? വി ബിലീവ് ദാറ്റ് വാട്ട് വി മെഷർ ഈസ് വാട്ട് വി ക്യാൻ ഇംപ്രൂവ്. അതുപോലെ തന്നെ ഇപ്പോൾ കെയർ ഗിവേഴ്സിൻ്റെ ട്രെയിനിങ് പറയുവാണെങ്കിൽ ഐ വുഡ് സേ അറൗണ്ട് 150+ അവേഴ്സാണ് ഒരു ഗാർഡിയൻ ഏഞ്ചലിൽ ഒരു വർഷം ഒരു കെയർ ഗിവറിന് കിട്ടുന്ന ട്രെയിനിങ്. അത് ഓൺലൈനായും ഓഫ്ലൈനായും സ്കിൽ എൻഹാൻസ്മെൻറ്റ് ട്രെയിനിങ്സായും റീഫ്രഷർ ട്രെയിനിങ്സായും ബെഡ് സൈഡ് ട്രെയിനിങ്സായും അങ്ങനെ നീളുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിനേക്കാളും കൂടുതലാണ്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത് 15 മുതൽ 20 മണിക്കൂറാണ്. അപ്പം ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഈ ഒരു ഇത്രയും ട്രെയിനിങ്സ് ഒരു കെയർ ഗീവറിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് അത്രത്തോളം അവരതിൽ ഡെഡിക്കേറ്റഡ് ആണ്. ഇത് കൂടാതെ എനിക്ക് ഇപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ കീ ഇൻഡിക്കേറ്റേഴ്സ്, ഗാർഡിയൻ ഏഞ്ചലിൻ്റെ കഴിഞ്ഞ 1-2 വർഷത്തെ കീ ഇൻഡിക്കേറ്റേഴ്സ് എടുത്തു പറയേണ്ടതായിട്ട് തോന്നുന്നു.
2024 റെക്കോർഡ് പ്രകാരം, സോ ഞാനത് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സോ നമുക്ക് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൽ കോട്ടി, അതായത് കത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് നമുക്ക് വന്നിരിക്കുന്നത് 2023, 24, 25 2 കേസസാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി നമ്മൾ 85% ക്വാളിറ്റി കോംപ്ലയൻസസിലാണ് നിൽക്കുന്നത്. വി ആർ ഹയർ ദാൻ ദ CDC ബെഞ്ച് മാർക്ക്. അതുപോലെ ഹോസ്പിറ്റൽ റീഅഡ്മിഷൻ ലാസ്റ്റ് ഇയർ ഫ്രം 2024 to 2025 നമുക്കുണ്ടായിട്ടുള്ളത് 64 ഹോസ്പിറ്റൽ റീഅഡ്മിഷൻ കേസസാണ്. ദാറ്റ് ഈസ് എ ഡിക്ലൈനിങ് ട്രെൻഡ് മൂവിങ് ടുവേഴ്സ് ദ CMS സ്റ്റാൻഡേർഡ് ഓഫ് ലെസ് ദാൻ 5%. വെൻ ഇറ്റ് കംസ് ടു ദ എമർജൻസി ട്രാൻസ്ഫേഴ്സ്, അതായത് അത്യാഹിതം സംഭവിച്ച ഒരു പേഷ്യൻ്റ് ERലേക്ക് മാറുക എന്നുള്ളത് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് 2% കമ്പയർഡ് ടു ദ നാഷണൽ ആവറേജ് ഓഫ് 5 to 7%. അഡ്വേഴ്സ് എഫക്ട്സ്, അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞ മെഡിക്കേഷൻ എറർ, ഫോൾ, അതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുള്ള 11 ഇൻസിഡൻസ് ആണ്. 100 ക്ലയൻസിൽ 11 ഇൻസിഡൻസ് ആണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. വെൻ വി ടേക്ക് 100 clients in an average 11 patients, അതായത് നമ്മൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 25 to 35 ആണ് പെർ ഹെഡ്. ക്ലിനിക്കൽ ഔട്ട്കം ഇത് എടുത്തു പറയേണ്ട ഒന്നാണ്. 90% ഓഫ് ഇൻഫെക്ഷൻസ്, അതായത് വൂണ്ട് ഹീലിംഗ് ടൈം ഫ്രെയിമിൽ നടന്നിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ സ്ട്രോങ് ക്രോണിക് ഡിസീസ് കൺട്രോൾ ബോത്ത് എബവ് ദ ഗൈഡ് ലൈൻസ്. പിന്നെ വളരെ സന്തോഷത്തോടെ പറയേണ്ട ഒരു കാര്യം, 2024 to 2025 പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് NPS സ്കോറിൽ നമുക്ക് 4.5 ആണ് ഔട്ട് ഓഫ് 5. അത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ പറയുന്നത് കൂടുതൽ എബൗവിലാണ് നമ്മൾ നിൽക്കുന്നത്. വെൻ ഇറ്റ് കംസ് ടു ഓപ്പറേഷണൽ എക്സലൻസ്, 30 minutes ഓഫ് ആവറേജ് റെസ്പോൺസ് ടൈം ആണ് നമ്മൾ ഓപ്പറേഷണൽ എക്സലൻസിൽ പറയുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ അറൗണ്ട് 80 to 85% കെയറിൽ കണ്ടിന്യൂറ്റി കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ നാഷണൽ സ്റ്റാൻഡേർഡ് പറയുന്നത് 1 മണിക്കൂർ റെസ്പോൺസ് ടൈമും 70 മുതൽ 75% ആണ് ക്ലയൻറ്റ് കണ്ടിന്യൂറ്റി, കെയർ കണ്ടിന്യൂറ്റി. പക്ഷേ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് 80 to 85 ആണ്. Good. Okay. Thank you. I will have to intervene in between. I'm sure you will have not many statistics more to share. We will move on. Thank you. Okay. Thank you so much.